ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ക്രിട്ടൻ സ്റ്റിച്ച് ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആങ്കർ ത്രെഡാണ് എടുക്കേണ്ടത്. ഇതുപോലെ ലീഫ് വരച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ലീഫ് കൂടി വരച്ചെടുക്കുക. ശേഷം ഇതുപോലെ നൂല് മുകളിലേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ സൂചി കുത്തിയിറക്കുക. മുകളിൽ വീണ്ടും മുകളിലേക്ക് കുത്തി പൊക്കിയെടുക്കുക. അതിനുശേഷം നൂല് ഇടത് സൈഡിൽ പിടിക്കുക. ഇതുപോലെ തൊട്ടടുത്ത് തന്നെ കുത്തി ഇറക്കുക. ഇതുപോലെ മേലോട്ട് കുത്തി പൊക്കി എടുക്കുക. വീണ്ടും വലത് സൈഡിൽ നിന്ന് കുത്തുക. ഇതുപോലെ താഴേക്ക് കുത്തിയിറക്കി മുകളിലേക്ക് വലിച്ചെടുക്കുക. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കണം. വീണ്ടും ഇവിടെ തൊട്ടടുത്ത് തന്നെ കുത്തുക. നീഡിൽ കുത്തി താത്തുക. ഈ ഉള്ളിലെ ലീഫിൻ്റെ കൂടി പൊക്കിയെടുക്കുക. വീണ്ടും വലത് സൈഡിൽ ഔട്ട്ലൈനുള്ള ലീഫിൽ കുത്തുക. ഇന്നറായ ലീഫിലൂടെ കുത്തി എടുക്കുക. നൂല് നീഡിലിൻ്റെ പുറകിലിടുക. ഇതുപോലെ വലിച്ചെടുക്കുക. വീണ്ടും ഇടത് സൈഡിൽ കുത്തുക. ഉള്ളിലുള്ള ലീഫിലൂടെ പുറത്തേക്ക് കുത്തിയെടുക്കുക. ശേഷം ഇങ്ങനെ വലിച്ചു കൊടുക്കുക. കുറച്ച് ശ്രദ്ധിച്ചാലേ ഈ സ്റ്റിച്ച് മനസ്സിലാവുള്ളൂ. വീണ്ടും ഇവിടെ സൈഡിൽ കുത്തുക. വലത് സൈഡിലെ പുറത്തുള്ള വരയിൽ കുത്തുക. ഉള്ളിലെ വരയിൽ കൂടി പുറത്തേക്ക് എടുക്കുക. നൂല് സൂചിയുടെ ബാക്കിൽ കൂടി ഇടുക. ഇതുപോലെ വലിച്ചെടുക്കുക. വീണ്ടും നൂല് ഇതുപോലെ ഇടുക. ഇടത് സൈഡിൽ ഇടുക. ശേഷം ഈ ലൈനിൽ കുത്തുക. അകത്തെ ലൈനിൽ കൂടി പുറത്തേക്ക് എടുക്കുക. വീണ്ടും വലത് സൈഡിൽ കുത്തുക. താഴ്ത്തിയിട്ട് ഉള്ളിലെ വരയിൽ കൂടി മുകളിലേക്ക് പൊക്കിയെടുക്കുക. നൂല് ഇതിൻ്റെ സൂചിയുടെ ബാക്കിലിടുക. അതിനുശേഷം വലിച്ചെടുക്കുക. ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡ് ആവാൻ. ശ്രദ്ധിച്ച് നോക്കി ചെയ്യണം. പുറത്തെ ലീഫിൽ കൂടി കുത്തി സൂചി ബാക്കിലോട്ടെടുത്ത ശേഷം അകത്തെ ലീഫിൽ കൂടി കുത്തി പുറത്തേക്ക് എടുക്കുക. നൂല് സൂചിയുടെ ബാക്കിൽ കൂടി എടുക്കുക. വീണ്ടും വലത് സൈഡിൽ കൂടി കുത്തി
ലീഫിൻ്റെയും പൂവിൻ്റെയൊക്കെ ഉൾഭാഗം ഫില്ല് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ സ്റ്റിച്ച് പഠിച്ചാൽ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ക്രിട്ടേൺ സ്റ്റിച്ച്. താങ്ക് യു.